ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ കൂടെ ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. റോമാ സാമ്രാജ്യം എങ്ങനെ പാശ്ചാത്യ റോമ, പൗരസ്ത്യ റോമ ആയിത്തീർന്നു എന്ന് നാം കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി. ക്രൈസ്തവ സഭ തന്നെയും പാശ്ചാത്യ സഭ, പൗരസ്ത്യ സഭ എന്നിങ്ങനെ പിരിഞ്ഞു എന്നും നമുക്ക് കാണുവാൻ സാധിച്ചു. നെബൂഖദ്നേസർ കണ്ട ബിംബത്തിന്റെ കാലുകളുടെ അന്തിമ ഭാഗം ഇരുമ്പും കളിമണ്ണും കൂടെ ഇടകലർന്ന പാദങ്ങളും ആ പാദങ്ങൾ രണ്ടിലും 10 വിരലുകളും ആയിരുന്നു എന്നും നാം കണ്ടതാണ്. ആദ്യം റോമാ സാമ്രാജ്യമായി നിലനിന്നിരുന്ന റോമാ സാമ്രാജ്യം ബിംബത്തിലെ 10 വിരലുകൾ പോലെ ആ സാമ്രാജ്യാതിർത്തിക്ക് ഉള്ളിൽപ്പെട്ട ജനവിഭാഗങ്ങൾ ഓരോ രാജ്യമായി തീർന്നു എന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അഥവാ പാശ്ചാത്യ റോമയുടെ പരിധിയിൽ ബ്രിട്ടൻ, ഫ്രാൻസ്, സ്പെയിൻ, ഇറ്റലി, ഓസ്ട്രിയ എന്നീ 5 രാജ്യങ്ങളിലും പൗരസ്ത്യ അതിർത്തിക്കുള്ളിൽ ഗ്രീസ്, തുർക്കി, ബൾഗേറിയ, സിറിയ, ഈജിപ്റ്റ് എന്നീ 5 രാജ്യങ്ങളും ആയി തീർന്നതായും നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ മഹാബിംബത്തിന്റെ പാദങ്ങളുടെയും വിരലുകളുടെയും കാര്യം ദാനിയേൽ ദർശിച്ച മഹാമൃഗങ്ങളിൽ 4-ാം മൃഗത്തെയും യോഹന്നാൻ ദർശിച്ച മൃഗത്തെയും സംബന്ധിച്ചുകൂടെ നാം ചിന്തിക്കേണ്ടതായിട്ട് ഉണ്ട്. അത് ദാനിയേലിന്റെ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്. ദാനിയേൽ കണ്ട 4-ാം മൃഗം ഘോരവും ഭയങ്കരവും അതിബലവും ഇരുമ്പ് പല്ലുകളും താമ്ര നഖങ്ങളും ഉള്ളവയായിരുന്നു എന്നാണ് ദാനിയേൽ പ്രവചനം 7:19 രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റ് രാജ്യങ്ങളെ തകർക്കുന്ന ശക്തി ഉള്ളതായി അത് കാണിക്കുകയാണ്. ബിംബത്തിന്റെ കാലിൽ 10 വിരൽ ഉള്ളതുപോലെ മൃഗത്തിന് 10 കൊമ്പുകൾ ഉണ്ടായിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ജാതീയ പീരീഡിന്റെ അന്തിമഘട്ടത്തിലെ രാഷ്ട്രീയ രംഗത്തെയാണ് ഇത് വിളിച്ച് അറിയിക്കുന്നത്. ബിംബത്തെക്കുറിച്ചുള്ള ദർശനത്തിൽ വെളിപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു കാര്യം ഘോരമൃഗത്തെക്കുറിച്ചുള്ള ദർശനത്തിൽ കാണാവുന്നതാണ്. അതായത് 10 വിരലുകൾ അഥവാ 10 കൊമ്പുകൾ, 10 രാജാക്കന്മാർ എന്നത് 2 ദർശനങ്ങളിലും ഉണ്ട്. ദാനിയേലിന്റെ പ്രവചനം 7:24 നമുക്കത് കാണാം. എന്നാൽ മൃഗദർശനത്തിൽ ആ 10 കൊമ്പുകൾക്ക് ഇടയിൽ ഒരു ചെറിയ കൊമ്പ് മുളച്ചു വന്നതായും ആ കൊമ്പ് അത്യുന്നതനായവന് വിരോധമായി വമ്പു പറയുകയും അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും ചെയ്യുന്നതായും ദാനിയേൽ 7:28 രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്രകാരം 4-ാം സാമ്രാജ്യത്തിന്റെ അന്തിമഘട്ടം ഇപ്രകാരമായിരിക്കും എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അഥവാ എതിർ ക്രിസ്തുവിന്റെ രംഗപ്രവേശനമാണ് അവിടെ നമുക്ക് പിന്നീട് കാണുവാൻ കഴിയുന്നത്. അത് 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിന്റെ 3 മുതൽ 8 വരെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവൻ ദൈവാലയത്തിൽ ഇരുന്നും കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയത്രേ. നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ തന്നെ ഞാനിത് നിങ്ങളോട് പറഞ്ഞു എന്ന് ഓർക്കുന്നില്ലയോ എന്ന് തുടങ്ങിയതായ കാര്യങ്ങളാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്രകാരം തന്നെ 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിലും അത് ഇപ്രകാരം നമുക്ക് കാണുവാൻ കഴിയും. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു. എതിർ ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേകം എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കാൻ അന്ത്യനാഴികയാകുന്നു എന്ന് നമുക്ക് അറിയാം. പ്രിയമുള്ളവരെ, അതേ കഴിഞ്ഞ നാളുകളിൽ ലോകത്തുണ്ടായ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചതുപോലെ ഒറ്റ രാഷ്ട്രമായിരുന്ന ഇസ്രയേൽ അത് പിന്നത്തേതിൽ 4 ലോകൈക സാമ്രാജ്യങ്ങളായിട്ട് നെബൂഖദ്നേസറിന്റെ കാലം തൊട്ട് മാറിയ ചരിത്രങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുകയുണ്ടായി. ഈ ജനാധിപത്യ രാജ്യത്തിന്റെ ഏറ്റവും അവസാനമായിട്ട് അഥവാ നമ്മുടെ സഭ എടുത്തുകൊള്ളപ്പെടുവാനായിട്ടുള്ളതായ ആ കാലം ഏറ്റവും അടുത്തിരിക്കുന്നു എന്നാണ് ഈ പ്രവചനങ്ങളെല്ലാം വിളിച്ചറിയിക്കുന്നത്. എന്നാൽ എതിർ ക്രിസ്തുവിന് മുൻപായിട്ട് ക്രിസ്തു വന്ന് തന്റെ സഭയെ ചേർത്ത് മധ്യാകാശത്തിലേക്ക്
കൊണ്ടുപോകുവാനുള്ള അന്ത്യ നാഴിക വന്നിരിക്കുന്നു എന്നാണ് ഈ പ്രവചനങ്ങളെല്ലാം നമ്മെ വിളിച്ചറിയിക്കുന്നത്. ചരിത്രത്തിൽ കഴിഞ്ഞ നാളുകളിൽ കണ്ട എല്ലാ പ്രവചനങ്ങളും നിറവേറിയെങ്കിൽ നിശ്ചയമായിട്ടും ഇതാ കർത്താവിന്റെ വരവടുക്കൽ വാതുക്കലാണ്. ആ കർത്താവ് എന്ന് സഭയെ മധ്യാകാശത്തിൽ ചേർക്കുകയും ഇവിടെ നമ്മൾ വായിച്ചതുപോലെ പിന്നീട് 7 വർഷക്കാലം എതിർ ക്രിസ്തു അവന്റെ ഭരണം ഇവിടെ നടത്തുകയും ചെയ്യുന്നതാണ്. അതിനെക്കുറിച്ചും മറ്റും നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തിരുവചനാടിസ്ഥാനത്തിൽ ചിന്തിക്കാം. ഏവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആഴക്കടലോളം സ്നേഹിക്കും ദൈവമേ, ഞാനെന്നും നിന്റേതല്ലേ. ആകാശത്തോളം കാരുണ്യമേകുവാൻ എന്നുള്ളിൽ വന്നിടണേ. കരയുന്ന